ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഒരു യുദ്ധക്കപ്പൽ. പെട്ടെന്ന് റഡാറിൽ ഒരു മുന്നറിയിപ്പ് തെളിയുന്നു. മിസൈൽ ഇൻകമിംഗ്. വെറും 90 സെക്കൻഡിനുള്ളിൽ ആ മിസൈൽ കപ്പലിൽ ചെന്ന് പതിക്കും. അത് ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ ക്രൂയിസ് മിസൈലായ ബ്രഹ്മോസ് ആണ്. ആ 90 സെക്കൻഡിൽ ഈ മിസൈലിനെ തടയാൻ ആ കപ്പലിന് കഴിയുമോ? അതോ എല്ലാം തീരാൻ ആ നിമിഷങ്ങൾ മാത്രം മതിയോ? എന്തുകൊണ്ടാണ് ബ്രഹ്മോസ് ഇത്രയധികം അപകടകാരിയാകുന്നത്? ഇതിന് പ്രധാനമായും 3 കാരണങ്ങളാണുള്ളത്. 1. അസാമാന്യ വേഗത. ശബ്ദത്തേക്കാൾ 3 ഇരട്ടി വേഗതയിലാണ് മാക് 3 ബ്രഹ്മോസ് പായുന്നത്. അതായത് ശത്രുവിന്റെ റഡാർ മിസൈലിനെ കണ്ടെത്തുമ്പോഴേക്കും അത് ലക്ഷ്യത്തിലെത്തിയിട്ടുണ്ടാകും. 2. സീ സ്കിമ്മിംഗ്. സാധാരണ മിസൈലുകൾ ആകാശത്ത് ഉയരത്തിൽ പറക്കുമ്പോൾ ബ്രഹ്മോസ് കടലിന്റെ ഉപരിതലത്തിൽ നിന്ന് വെറും 10-15 മീറ്റർ മാത്രം ഉയരത്തിലാണ് പറക്കുന്നത്. ഇത് റഡാറുകളുടെ കണ്ണ് വെട്ടിക്കാൻ സഹായിക്കുന്നു. 3. പ്രഹരശേഷി. കിലോമീറ്ററുകൾ അകലെ നിന്ന് വിട്ടാലും വെറും 1 മീറ്ററിന്റെ പോലും വ്യത്യാസമില്ലാതെ ലക്ഷ്യം തകർക്കാൻ ബ്രഹ്മോസിന് സാധിക്കും. ശത്രുവിന് പ്രതികരിക്കാൻ പോലും സമയം നൽകാത്ത ഒരു പെർഫെക്റ്റ് കില്ലർ. ബ്രഹ്മോസിന്റെ കരുത്ത് അതിന്റെ എഞ്ചിനിലാണ്. ഇതൊരു 2 സ്റ്റേജ് മിസൈലാണ്. ആദ്യഘട്ടം ഒരു സോളിഡ് റോക്കറ്റ് ബൂസ്റ്റർ മിസൈലിനെ പുകച്ചുരുളുകൾക്കിടയിലൂടെ അതിവേഗം മുന്നോട്ട് തള്ളുന്നു. 2ാം ഘട്ടം മിസൈൽ ഒരു നിശ്ചിത വേഗത്തിലെത്താൻ ലോകം പുകഴ്ത്തുന്ന ലിക്വിഡ് റാംജെറ്റ് എഞ്ചിൻ പ്രവർത്തിച്ചു തുടങ്ങും. വായുവിൽ നിന്നുള്ള ഓക്സിജൻ നേരിട്ട് വലിച്ചെടുത്ത് കത്തുന്ന ഈ എഞ്ചിനാണ് ബ്രഹ്മോസിന് ഇത്രയും വലിയ വേഗതയും ദൂരപരിധിയും നൽകുന്നത്. ഒരു റോക്കറ്റിന്റെ കരുത്തും ഒരു ജെറ്റ് വിമാനത്തിന്റെ ബുദ്ധിയും ചേർന്ന രൂപമാണിത്. 1998 ഇന്ത്യൻ ശാസ്ത്രത്തിന്റെ പിതാവ് ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ ദീർഘവീക്ഷണമാണ് ബ്രഹ്മോസ്. ഇന്ത്യയുടെ DRDOയും റഷ്യയുടെ NPO മെഷീനോസ്ട്രോയേനിയും ചേർന്നാണ് ഈ പദ്ധതിക്ക് തുടക്കമിട്ടത്. ബ്രഹ്മോസ് എന്ന പേര് പോലും ഒരു പ്രതീകമാണ്. ഇന്ത്യയിലെ ബ്രഹ്മപുത്ര നദിയും റഷ്യയിലെ മോസ്കോ നദിയും ചേർന്നാണ് ഈ പേരുണ്ടായത്. 2 വൻ ശക്തികൾ ഒന്നിച്ചപ്പോൾ ജനിച്ചത് ലോകം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു പ്രതിരോധ വിസ്മയമായിരുന്നു. ബ്രഹ്മോസ് വെറുമൊരു മിസൈൽ മാത്രമല്ല, ഇതിന് പല മുഖങ്ങളുണ്ട്. ബ്ലോക്ക് 1 and 2 സാധാരണ ലക്ഷ്യങ്ങളെ തകർക്കാൻ. ബ്ലോക്ക് 3 ഇതാണ് ഏറ്റവും മാരകം. ഇതിനെ സ്റ്റീപ്പ് ഡൈവ് അറ്റാക്ക് എന്ന് വിളിക്കുന്നു. ചൈനീസ് അതിർത്തിയിലെ മലകൾക്ക് പിന്നിൽ ഒളിച്ചിരിക്കുന്ന ശത്രു കേന്ദ്രങ്ങളെ കുത്തനെ താഴേക്ക് പതിച്ച് തകർക്കാൻ ഈ പതിപ്പിന് കഴിയും. ലോകത്തിലെ തന്നെ അപൂർവം ചില ട്രൈ സർവീസ് മിസൈലുകളിൽ ഒന്നാണ് ബ്രഹ്മോസ്. കരസേനയുടെ ട്രക്കുകളിൽ നിന്നും നാവികസേനയുടെ യുദ്ധക്കപ്പലുകളിൽ നിന്നും ഇത് വിക്ഷേപിക്കാം. എന്നാൽ 2017 ഇന്ത്യ ലോകത്തെ വീണ്ടും അത്ഭുതപ്പെടുത്തി. സുഖോയ് 30 MK വിമാനത്തിൽ നിന്ന് ഈ ഭീമൻ മിസൈൽ വിജയകരമായി പരീക്ഷിച്ചു. അതോടെ ഏഷ്യയിലെ ഏറ്റവും അപകടകാരിയായ ആകാശക്കരുത്തായി ഇന്ത്യൻ വ്യോമസേന മാറി. ഇന്നലെ വരെ ആയുധങ്ങൾക്കായി ലോകരാജ്യങ്ങളെ നോക്കി നിന്നിരുന്ന ഇന്ത്യ ഇന്ന് ആയുധങ്ങൾ വിൽക്കുന്ന രാജ്യമായി മാറി. ഫിലിപ്പീൻസ് ഇതിനോടകം ബ്രഹ്മോസ് സ്വന്തമാക്കി കഴിഞ്ഞു. വിയറ്റ്നാം, ഇന്തോനേഷ്യ തുടങ്ങി 10ഓളം രാജ്യങ്ങളാണ് ബ്രഹ്മോസിനായി ഇന്ന് ഇന്ത്യയെ സമീപിച്ചിരിക്കുന്നത്. മേക്ക് ഇൻ ഇന്ത്യയുടെ ആഗോള ബ്രാൻഡായി ബ്രഹ്മോസ് മാറിക്കഴിഞ്ഞു. അടുത്തതായി വരുന്നത് ബ്രഹ്മോസ് NG ആണ്. ഇത് ഭാരം കുറഞ്ഞതും ചെറുതുമായിരിക്കും. റഫേൽ വിമാനങ്ങളിൽ ഇനി 3 മിസൈലുകൾ വരെ വഹിക്കാൻ ഇതിലൂടെ സാധിക്കും. എന്നാൽ ഇതിനേക്കാൾ ഭീകരമാണ് വരാനിരിക്കുന്ന ബ്രഹ്മോസ് 2. ഇതിന്റെ വേഗത മാക് 7 ആയിരിക്കും, അതായത് ഹൈപ്പർസോണിക് വേഗത. ഇത്രയും വേഗത്തിൽ വരുന്ന ഒരു മിസൈലിനെ കണ്ടെത്താൻ പോലും ലോകത്തിലെ ഒരു റഡാറിനും കഴിയില്ല. ബ്രഹ്മോസിന്റെ ഉയർന്ന വേഗതയും താഴ്ന്ന ഉയരത്തിലുള്ള പറക്കലും ഏത് വലിയ സൈന്യത്തിനും ഒരു വലിയ വെല്ലുവിളിയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ അയൽരാജ്യങ്ങളും ലോകത്തിലെ മറ്റ് സൈനിക ശക്തികളും ബ്രഹ്മോസിന്റെ ഓരോ ഘട്ടത്തെയും അതീവ ജാഗ്രതയോടെയാണ് നിരീക്ഷിക്കുന്നത്. ഏഷ്യയിലെ സമാധാനം നിലനിർത്തുന്നതിൽ ബ്രഹ്മോസ് ഇന്നൊരു വലിയ നിർണായക പങ്ക് വഹിക്കുന്നുണ്ട്. 1998 ഒരു ചെറിയ സംയുക്ത പദ്ധതിയായി തുടങ്ങിയ ബ്രഹ്മോസ് ഇന്ന് ഭാരതത്തിന്റെ ആത്മവിശ്വാസമായി മാറിയിരിക്കുന്നു. നാളെ ബ്രഹ്മോസ് NGയും ഹൈപ്പർസോണിക് പതിപ്പുകളും എത്തുന്നതോടെ ഇന്ത്യയുടെ സുരക്ഷ കൂടുതൽ ഭദ്രമാകും. പക്ഷേ ഒരു കാര്യം ഓർക്കുക, ഈ മിസൈലുകൾ യുദ്ധം തുടങ്ങാൻ വേണ്ടിയല്ല, മറിച്ച് നമ്മുടെ പരമാധികാരത്തിന് നേരെ ഉയരുന്ന കൈകളെ തടയാൻ വേണ്ടിയാണ്. ബ്രഹ്മോസിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇത് ലോകത്തിലെ ഏറ്റവും മികച്ച മിസൈലാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യൂ. ഇതുപോലുള്ള ഗൗരവകരമായ പ്രതിരോധ വാർത്തകൾക്കായി എലിഫന്റ് തിങ്സ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.